അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തസൂലു ഖദമു ഇബ്നി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസിൻ. ആദമിന്റെ പുത്രന്, മനുഷ്യന് തന്റെ റബ്ബിന്റെ അരികിൽ വെച്ച് ഖിയാമത്ത് നാളിൽ കാലെടുത്ത് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ, 5 ചോദ്യങ്ങൾ നേരിടേണ്ടി വരാതെ ഒരാൾക്കും ഖിയാമത്ത് നാളിൽ മുന്നോട്ട് നീങ്ങാൻ, സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അൻ ഉംരിഹി ഫീമ അഫ്നാഹ് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ് വമാലിഹി മിൻ ഐന ഇക്തസബഹ് വഫീമ അൻഫഖഹ് വമാദാ അമില ഫീമ അലിം. ഒന്നാമത്തേത് അൻ ഉംരിഹി, അവൻ്റെ ആയുസ്സിനെ കുറിച്ച്. ഫീമ അഫ്നാഹ്, ഏത് കാര്യത്തിലാണ് അവൻ അത് നശിപ്പിച്ചത്, അവൻ തീർത്തത്. വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, അവൻ്റെ യൗവനത്തെക്കുറിച്ച്, അവൻ ഏത് കാര്യത്തിലാണ് അത് തുലച്ചത്. വമാലിഹി, സമ്പത്തിനെ കുറിച്ച്. മിൻ ഐന ഇക്തസബഹ്, ഏത് മാർഗത്തിലാണ് അത് സമ്പാദിച്ചത്. വഫീമ അൻഫഖഹ്, ഏത് കാര്യത്തിലാണ് അത് ചെലവഴിച്ചത്. വമാദാ അമില ഫീമ അലിം, 5ാമത്തെ കാര്യം അവൻ അറിഞ്ഞ കാര്യങ്ങൾ, അവൻ പഠിച്ച കാര്യങ്ങളിൽ എന്താണ് അവൻ പ്രവർത്തിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, ആയുസ്സിനെ കുറിച്ച് മൊത്തത്തിൽ ചോദ്യമുണ്ട്. ഇതൊന്നും വെറുതെ അല്ല. കഴിഞ്ഞു പോകുന്ന നേരം, തീർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ, ഇതൊന്നും വെറുതെ അല്ല. ഇതിനെക്കുറിച്ചൊക്കെ നാം ചോദ്യം ചെയ്യപ്പെടും. അതിൽ തന്നെ പ്രത്യേകമായി ഒരു മനുഷ്യൻ അവൻ്റെ യൗവന കാലഘട്ടത്തെക്കുറിച്ച്, അവൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച്, ആരോഗ്യവും ഉന്മേഷവുമെല്ലാം അവനുണ്ടായിരുന്ന, തൻ്റെ ഇടമുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ടാണ് ആ പ്രായത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രത്യേകം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും മാടി വിളിക്കുന്ന ഹറാമുകളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ ശ്രേഷ്ഠതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഖിയാമത്ത് നാളിൽ, ഒരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ 7 വിഭാഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. വശാബുൻ നശാ ഫി ഇബാദത്തി റബ്ബിഹ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് തൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു വന്ന, അതിലായി ജീവിച്ച ഒരാൾ. നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഉമ്മത്തിൽ, മുസ്ലിം സമുദായത്തിൽ, ഈ സമുദായത്തിലെ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? എവിടെയാണ് അവരവരുടെ ആയുസ് തുലച്ചു കളയുന്നത്? അവരുടെ ഒഴിവ് സമയവും അവരുടെ ആരോഗ്യവും ഉന്മേഷവുമെല്ലാം എന്തിനാണ് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിലാണോ? തൗഹീദിന് വേണ്ടിയാണോ? സുന്നത്തിന് വേണ്ടിയാണോ? ശിർക്കിനെതിരിലും ബിദ്അത്തിനെതിരിലുമാണോ? അതല്ല, ഒന്നും അറിയാതെ, ദീനിനെ കുറിച്ച് ബോധമില്ലാതെ, കളിച്ചും ചിരിച്ചും തമാശകൾ പങ്കിട്ടും മാത്രം തങ്ങളുടെ പൊങ്ങച്ചങ്ങൾ ഈ ഇന്നത്തെ പ്രത്യേകമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചും അതിൽ ഒരു തരം ഹരം കൊണ്ടും ഇങ്ങനെയൊക്കെ ജീവിതം തുലച്ചു കളയുകയാണോ നമ്മുടെ ഉമ്മത്ത്? നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾ അതാണല്ലോ നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരുപാട് പേർക്ക്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേർക്ക് ദുനിയാവിലെ സഹറത്തല്ലാതെ, ദുനിയാവിൻ്റെ പുറമേക്കുള്ള മോടിയല്ലാതെ, അലങ്കാരമല്ലാതെ മറ്റൊന്നും അറിയില്ല. തീർന്നു പോകുന്ന ദുനിയാവ്, അള്ളാഹു ഒരു മഴയുടെയും ആ മഴ മുഖേന വളർന്നു പൊങ്ങുന്ന സസ്യങ്ങളുടെയും ഉദാഹരണം പറഞ്ഞ നശ്വരമായ ദുനിയാവ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ മതാഅ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഓ ജനങ്ങളെ, ഈ ദുനിയാവെന്നാൽ ഇത് തീർന്നു പോകുന്ന, പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒരു വിഭവം മാത്രമാകുന്നു. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറത്ത് അതാകുന്നു, എന്നെന്നും നിലനിൽക്കാനുള്ള ഭവനം, താമസ സ്ഥലം അതാണ്. ഇതോർമ്മയുള്ള ചെറുപ്പക്കാരാണോ നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾ? ഒരിക്കലുമല്ല. അവരിൽ പലരും അങ്ങനെയല്ല. അവരുടെ ഹൃദയങ്ങൾ നോക്കൂ, അവരുടെ ഹൃദയങ്ങളുടെ അവസ്ഥ എന്താണ്? അവരുടെ കൽബ് എങ്ങനെയാണ്? കൽബ് മുഴുവൻ ദുനിയാവാണ്. ദുനിയാവിലെ സുഖങ്ങളും, ദുനിയാവിലെ പൊങ്ങച്ചവും, ദുനിയാവിലെ ആഡംബരങ്ങളും, ദുനിയാവിലെ സുഖലോലുപതയും, ഇത് മാത്രമാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ പലരുടെയും ചിന്ത. അവരുടെ നാവുകൾ അത് വിളിച്ചു പറയുന്നു. അവരുടെ വേഷവും വസ്ത്രവും അത് നമ്മോട് വിളിച്ചു പറയുന്നു. ആരെയോ അനുകരിച്ച്, ആരൊക്കെയോ നടക്കുന്ന പോലെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അള്ളാഹുവിങ്കൽ യാതൊരു വിലയുമില്ലാത്ത, നാളെ പരലോകത്ത് നരകത്തിലെ കരിക്കട്ടകളാകാൻ ഏറെ സാധ്യതയുള്ള ഒരുപാട് വൃത്തികെട്ട ആളുകളെയും തെമ്മാടുകളെയും തോന്നിവാസികളെയും ഒക്കെ അനുകരിച്ച് നടക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ. ഔറത്ത് മറയാത്ത, മറഞ്ഞാൽ തന്നെ ഔറത്തിന്റെ ആകൃതി വ്യക്തമായി പുറത്തേക്ക് കാണുന്ന ഇടുങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ. അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിന്റെ അടയാളമുണ്ടെങ്കിൽ അതും അവരുടെ മുഖത്ത് കാണേണ്ടതായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ വന്ന ഇസ്ലാമിന്റെ ചിഹ്നമായ
പൗരുഷത്തിന്റെ അടയാളമായ താടി, നീണ്ട ഇടതൂർന്ന് വളരുന്ന താടിയുള്ള എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ ഉമ്മത്തിലുള്ളത്? അല്ല, അവർക്ക് ഇസ്ലാമിന്റെ ഈ ചിഹ്നത്തിൽ ഒരു അഭിമാനം കാണാൻ സാധിക്കുന്നില്ല. അവർ അഭിമാനവും അന്തസ്സും ആഭിജാത്യവും ഒക്കെ കാണുന്നത് കുഫാറുകളുടെ രീതിയിലാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സത്യദൂതനാണെന്ന് വിശ്വസിക്കാത്ത കുഫാറുകളുടെയും മുനാഫിക്കുകളുടെയും രൂപമാണ് അവർ അവരുടെ മുഖത്ത് സ്വീകരിച്ചിട്ടുള്ളത്. എത്ര സങ്കടകരമാണ്, എത്ര ഖേദകരമാണ്. അതാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് ദേഷ്യം വന്നപ്പോൾ, ജനങ്ങൾ പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ തന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താടിക്ക് പിടിച്ചു വലിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, യബ്ന ഉമ്മ ലാ തഅഖുദ് ബി ലിഹ്യതി വലാ ബിറഅസി, എന്റെ സഹോദര എന്റെ താടിക്കും മുടിക്കും പിടിച്ചു വലിക്കല്ലേ. ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ലാഹു തആല, മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ തഫ്സീറായ അബ്വാഉൽ ബയാൻ എന്ന കിതാബിൽ പറയുകയുണ്ടായി, നോക്കൂ, ഇസ്ലാമിന്റെ അടയാളമാണ് താടി എന്നത്. ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളുടെ അടയാളമായിരുന്നു. നിനക്ക് ഇന്നത്തെ കാലത്ത് മുസ്ലിമീങ്ങളിലും അവരുടെ രീതിയിലും ഒരു അന്തസ് കാണാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ നീ അറിയുക, ലോകമടക്കി ഭരിച്ചിരുന്ന കിസ്റയുടെയും കൈസറിന്റെയും ഖജനാവുകൾ കീഴടക്കിയിരുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുണ്ടായിരുന്നു. വലൈസ ഫീഹിം റജുലുൻ ഹാലിഖ്, അവരുടെ കൂട്ടത്തിൽ താടി വടിച്ചിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഇസ്സത്തുള്ള നിന്റെ മുൻഗാമികളുടെ മാർഗമാണ് സഹോദര. എന്നാൽ നോക്കൂ, നമ്മുടെ യുവാക്കളിൽ എത്ര പേരുടെ മുഖത്തത് നമുക്ക് കാണാനുണ്ട്. അവരുടെ കണ്ണുകൾ നോക്കൂ, എവിടെയാണ് അവരുടെ കണ്ണുകൾ പോയി പതിയുന്നത്? അള്ളാഹുവിന്റെ കിതാബിലേക്കാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ വിവരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലേക്കാണോ? അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്റുകൾ പഠിപ്പിക്കുന്ന കിതാബുകളിലേക്കാണോ? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നിൽക്കുമ്പോൾ മസ്ജിദുകളിൽ വിരിച്ച ആ മസ്ജിദുകളുടെ തറയിലേക്കാണോ, സുജൂദിന്റെ സ്ഥലങ്ങളിലേക്കാണോ അവരുടെ കണ്ണുകൾ ധാരാളമായി പോകുന്നത്? അതല്ല, ഹറാമുകളിലേക്കാണോ? കയ്യിലുള്ള ഉപകരണങ്ങളിൽ ശൈത്താൻ അവരുടെ മുന്നിൽ കൊണ്ടുവച്ചു തരുന്ന, ശൈത്താൻ കാണിച്ചു കൊടുക്കുന്ന നഗ്നതകളിലേക്കാണോ, അശ്ലീലങ്ങളിലേക്കാണോ? എവിടേക്കാണ് നമ്മുടെ യുവാക്കളുടെ കണ്ണുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ കാതുകളിൽ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിട്ടുള്ള ശൈത്താന്റെ രാഗമായ സംഗീതമാണ് അവരുടെ ഹൃദയം, അവരുടെ ചെവികളിൽ, അവരുടെ കർണപുടങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ എന്തിനും ഏതിനും ആഘോഷങ്ങളാണ്, പലവിധ ഫെസ്റ്റുകളാണ് നാട്ടിൽ. അതിലൊക്കെ കൂടുന്നു, അതിൽ കുറേ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു. അതിലൊക്കെ എന്തോ ഒരു ആവേശവും ലഹരിയും അവർ കാണുകയാണ്. അതിലൊക്കെ പൊങ്ങച്ചം നടിക്കുകയാണ്. അതിലൊക്കെ അങ്ങേയറ്റം തഫാഖുർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പൊങ്ങച്ചവും പെരുമ നടിക്കലും മേനി നടിക്കലും എല്ലാം നടിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ നമ്മുടെ പെൺകുട്ടികൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിൻഗാമികൾ, മറിയമിന്റെയും ഖദീജയുടെയും പിൻഗാമികളായ ഈ മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കളുടെ കാര്യം എന്താണ്? അതാ അള്ളാഹുവിന്റെ ദീൻ മറന്ന്, അള്ളാഹുവിന്റെ കലാം മറന്ന് സൗന്ദര്യം പ്രദർശിപ്പിച്ച് അവരിങ്ങനെ നടക്കുന്നു. അവരുടെ ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്തത് പലതും കാണുന്നുണ്ട്. ഇനി പേരിന് വല്ലതും മറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ആകൃതി നന്നായി പുറത്തേക്ക് കാണുന്നു. അന്യരായ മഹറമുകളല്ലാത്ത പുരുഷന്മാരുടെ കൂടെ അവരത് അവരുടെ വിദ്യാലയങ്ങളിൽ അതിന്റെ വരാന്തങ്ങളിൽ ഇങ്ങനെ മീറ്ററുകളോളം നടക്കുന്നു, കൈപിടിച്ചും പിടിക്കാതെയും ഒക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കൊഴിഞ്ഞും സംസാരിച്ചുമെല്ലാം അവരിങ്ങനെ ആളുകളെ ചിരിപ്പിക്കുകയും മറ്റുള്ള അവരുടെ പിന്നാലെ നടക്കുന്ന ചില പെൺകോന്തന്മാരുടെ തമാശ കേട്ട് ഇളിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതേപോലെ പുരുഷന്മാരെ പോലെ കുറെ ഫോട്ടോ എടുക്കുന്നു, അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു. അവളുടെ സൗന്ദര്യം പതിപ്പിക്കപ്പെട്ട ഫോട്ടോകൾ എവിടെയൊക്കെയാണ് എത്തുന്നത് ചിന്തിക്കുന്നുണ്ടോ? അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. ഓ സഹോദരി, എവിടെയാണ് അള്ളാഹുവിന്റെ വാക്കും നീയും അള്ളാഹുവിന്റെ കലാമും നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അള്ളാഹു ഇതാ പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. ഓ സ്ത്രീകളെ, പെണ്ണുങ്ങളെ, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുക, അടങ്ങിക്കഴിയുക. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇത് ഞങ്ങൾ പടച്ചുണ്ടാക്കിയതല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അവന്റെ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്താണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. പഴയ ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനം, അടിഞ്ഞാട്ടം അത് നിങ്ങൾ നടത്തരുത്. വഅഖിംന الصلاة, ഓ സ്ത്രീകളെ, വഅഖിംന الصلاة, നിസ്കാരം നിലനിർത്തുക. വഅതീന الزكاة, സകാത്ത് കൊടുക്കുക. വഅതിഅന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. ഇന്നമാ യുരീദു അല്ലാഹു ലിയുദ്ഹിബ അൻകും الرجس أهل البيت ويطهركم تطهيرا. ഓ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മ്ലേച്ഛവും മാലിന്യവും ഒക്കെ നീക്കിക്കളയാനും നിങ്ങളെ ശുദ്ധീകരിക്കുവാനുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരായ ആശയത്തിലേക്ക് നമ്മുടെ സ്ത്രീകളെ നയിക്കുന്നവർ, സ്ത്രീകളെ നിങ്ങളെ വിളിക്കുന്നവർ നിങ്ങളെ മലിനമാക്കാനും നിങ്ങൾ അവരുടെ ഏറ്റവും വൃത്തികെട്ട മോഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകണോ? നിങ്ങൾ നോക്കൂ, സ്ത്രീകൾ അങ്ങേയറ്റം സ്വാതന്ത്ര്യം നേടിയെന്ന് പറയപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അവിടെയുള്ള ചോരത്തിളപ്പുള്ള ചൊട്ടിയാൽ ചോര തെറിക്കുന്ന പെണ്ണുങ്ങളെയല്ല,
അവിടെയുള്ള വയസ്സായ സ്ത്രീകളുണ്ടല്ലോ, ഇതേപോലെ യൗവനവും ഇതേപോലെ സൗന്ദര്യവും ഒക്കെ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞുപോയ വയസ്സായ സ്ത്രീകളെ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ അവസ്ഥ എന്താണ്? ആർക്കും വേണ്ടാതെ. കാരണം അവർക്ക് ആ പെണ്ണിൽ നിന്ന് എന്താണോ ആവശ്യമുള്ളത് തീർന്നു പോയല്ലോ. അങ്ങേയറ്റം മോശമായ അവസ്ഥയിൽ ആർക്കും വേണ്ടാതെ കഴിഞ്ഞുകൂടുന്ന അവിടങ്ങളിലുള്ള ആളുകൾ. എന്നാൽ ഇസ്ലാം മുറുകെ പിടിക്കുന്ന മുസ്ലിം സമുദായം, അവർ ധാരാളമായുള്ള സമൂഹങ്ങൾ നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള രാജ്യങ്ങൾ നിങ്ങൾ നോക്കൂ. സ്ത്രീകൾ പ്രായമേറുന്തോറും അവരെ ബഹുമാനിക്കാൻ മത്സരിക്കുകയാണ് അവരുടെ മക്കൾ, അവരാദരിക്കാൻ മത്സരിക്കുന്നു. ചെറിയ കുഞ്ഞായിരിക്കെ ഉപ്പയുടെ സ്നേഹത്തിന്റെ ലാളനയിലാണ് അവൾ കഴിയുന്നത്, സഹോദരങ്ങളുടെ, അതുപോലെ പിന്നീട് ഭർത്താവിന്റെ, പിന്നീട് മക്കളുടെ സ്നേഹത്തിലും പരിചരണയിലും ആദരവിലും എല്ലാ സുഖങ്ങളും ആസ്വദിച്ചാണ് അവർ കഴിയുന്നത്. ഇസ്ലാമാണ് അങ്ങേയറ്റത്തെ അന്തസ്സും അങ്ങേയറ്റത്തെ ബഹുമാനവും ഒരാളും നൽകിയിട്ടില്ലാത്ത ആദരവും സ്ത്രീക്ക് നൽകിയിട്ടുള്ളത്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇത് മനുഷ്യനുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമല്ല. ഇത് കാറൽ മാർക്സോ ഏംഗൽസോ ഉണ്ടാക്കിയ മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ വൃത്തികെട്ട ആശയങ്ങളല്ല. അള്ളാഹുവിന്റെ ദീനാണ് ഇത്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു പഠിപ്പിച്ച അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിതമാർഗമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഉമ്മത്തിലെ സ്ത്രീകളുള്ളത്, നമ്മുടെ ചെറുപ്പക്കാരുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു, ലാ തുസാഫിറിൽ മർഅതു ഇല്ലാ മഅദി മഹ്റം. ഒരു പെണ്ണ് അവളുടെ മഹ്റമായ ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്തുകൂടാ. അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത ബന്ധുവായ ഒരു പുരുഷൻ, ഉപ്പയോ ആൺമക്കളോ ആങ്ങളമാരോ സഹോദരങ്ങളുടെ മക്കളോ പോലെയുള്ള മഹ്റമുകളായ പുരുഷന്മാരില്ലാതെ ഒരു പെണ്ണ് യാത്ര ചെയ്തുകൂടാ. യാത്രയാണെന്ന് അനുഭവപ്പെടുന്ന ഒരു ദൂരം യാത്ര ചെയ്തുകൂടാ. നമ്മൾ നിസ്കാരത്തിൽ ജംഉം ഖസ്റും ഒക്കെ ആക്കാനുള്ള ദൂരമുണ്ടല്ലോ, അത്രയും ദൂരം, ഒരു യാത്ര എന്ന് തോന്നുന്ന ദൂരം ഒരു പെണ്ണ് മഹ്റമായ ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ സ്ത്രീകൾ എവിടെയൊക്കെ പോകുന്നു, ആരുടെയൊക്കെ കൂടെ പോകുന്നു, അതിലൊന്നും യാതൊരു പ്രശ്നവും കുഴപ്പവും കാണാത്ത എത്ര ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മുടെ സമുദായത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യദ്ഖുലു അലൈഹാ റജുലുൻ ഇല്ലാ വമഅഹാ മഹ്റമുൻ. അതുപോലെ അവളുമായി ഒരു പുരുഷൻ ഒറ്റക്കാവാൻ പാടില്ല. അവളുടെ കൂടെ ഒരു പുരുഷൻ, അങ്ങനെയുള്ള അവളുടെ അടുത്ത ബന്ധുക്കളില്ലാതെ ആരും ഒരു പെണ്ണുമായി ഒറ്റക്കിരിക്കാൻ, അന്യയായ ഒരു പെണ്ണുമായി ഒറ്റക്കാവാൻ പാടില്ല. എവിടെയും അതെവിടെയാകട്ടെ ഒറ്റക്കാകാൻ പാടില്ല. മോശമായ, പിന്നീട് പരിഹരിക്കാൻ സാധിക്കാത്ത, ഖേദിച്ചിട്ട് കാര്യമില്ലാത്ത ദുരന്തങ്ങൾ അതുകൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അഖ്റുജ ഫീ ജയ്ശി കദാ വ കദാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി പേരെഴുതപ്പെട്ട ആളാണ്. എന്നാൽ വംറഅതി തുരീദുൽ ഹജ്ജ്, എൻ്റെ ഭാര്യയാകട്ടെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? അവൾ ഒറ്റക്കാണ് പോകുന്നത്. പോകാൻ മഹ്റമായ ഭർത്താവായ ഞാൻ കൂടെ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറയുന്നു, ഉഖ്റുജ് മഅഹാ, അവളുടെ കൂടെ ഹജ്ജിന് പോവുക. നോക്കൂ, യുദ്ധത്തിന് വേണ്ടി തീരുമാനിക്കപ്പെട്ട ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീരുമാനം റദ്ദാക്കി മഹ്റമില്ലാതെ, കൂടെ തുണയായി പുരുഷനില്ലാതെ പോകുന്ന പെണ്ണിന്റെ കൂടെ പോകാൻ അയച്ചു. നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഈ ഹദീസ് എവിടെ? നമ്മുടെ ഉമ്മത്തിലെ ചെറുപ്പക്കാരികളായ സ്ത്രീകളെവിടെ? യുവതികളെവിടെ? എവിടെയാണ് അവരുടെ ദീൻ? എവിടെ? അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, വിദ്യാലയങ്ങളിലും പുറത്തുമെല്ലാം വിനോദയാത്രകൾ. ആരാ കൂടെയുള്ളത്? കുറെ ആണുങ്ങളായ അധ്യാപകരുണ്ടത്രേ. അങ്ങേയറ്റം സ്വന്തം ആങ്ങളേക്കാൾ ഇവൾക്ക് വിശ്വാസമുണ്ടത്രേ, ഇവളുടെ ഭർത്താവിനേക്കാൾ ഇവൾക്ക് ആശ്വാസമാണത്രേ. ഇതുപോലെ കുറെ പഠിക്കുന്ന, ഇതുപോലെ കുറെ ചെക്കന്മാരുണ്ട് കൂടെ, കുറെ അധ്യാപകരുമുണ്ട്. അതിനൊക്കെ അയക്കുന്ന ബുദ്ധി എവിടെ പോയി എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന രക്ഷിതാക്കൾ എന്താണ് സഹോദരങ്ങളെ? ഇവരുടെയൊക്കെ രക്ഷിതാക്കൾക്ക് പലർക്കും നരച്ചിട്ടില്ലേ? ആ നരച്ച മുടിക്ക് കിഴയുള്ള തലയിലൊന്നുമില്ലേ? ദീൻ അറിയണമെന്നില്ല, സാധാരണ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും അയക്കുമോ? ഇതുപോലെ യുവതികളെ, ചെറുപ്പക്കാരികളെ ആരെങ്കിലും അയക്കുമോ? ആരെങ്കിലും അതിന് അനുവദിക്കുമോ? ഇവരൊക്കെ നിയന്ത്രിക്കുന്നവർ എവിടെ പോയി? എന്താണ് നമ്മുടെ യുവാക്കളുടെ അവസ്ഥ? ഇതിലൊന്നിലും ഒരു ബേജാറും തോന്നാത്ത, ഒരു ഗൈറത്തും തോന്നാത്ത, ഒരു ധാർമ്മിക രോഷവും തോന്നാത്ത ഉമ്മത്തായി നമ്മൾ മാറിപ്പോയെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന് വിദൂരമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈ വാക്കുകൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന് പ്രയോജനമുണ്ടാക്കട്ടെ. അള്ളാഹു നമ്മെ ഹിദായത്തിലേക്ക് നയിക്കുന്നവരും ഹിദായത്തിലായി ജീവിച്ച് അതിലായി മരിക്കുന്നവരുമാക്കി തീർക്കുമാറാകട്ടെ.